ക്യാമറകൾ കണ്ട തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മുടെ ഒരു പ്രത്യേക ഒരു സെഷനാണ് ഇന്നത്തെ DD ഡയലോഗ്സിൻ്റെ അവസാനത്തെ സെഷനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു കാലത്ത് നമ്മളെങ്ങനെയാണ് രാഷ്ട്രീയവുമായി നിങ്ങൾ ബന്ധപ്പെടുന്നത്, ഒന്നെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തകൻ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നു, നേരിട്ട് സംസാരിക്കുന്നു. അതല്ല എങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്, രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്? അതിന് കൃത്യമായ ഒരു ഒറ്റ ഉത്തരമേ 95, 2000 വരെയെങ്കിലും ഉള്ളൂ. അത് പത്രമാധ്യമങ്ങളാണ്. അതിൽ തന്നെ എന്താണ് ഇമേജ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് ക്യാമറയുടെ പിന്നിൽ നിന്ന ആ മനുഷ്യൻ്റെ കണ്ണുകൾ തന്നെയാണ്. അപ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രം തന്നെ കണ്ട, നമ്മുടെ രാഷ്ട്രീയ ചരിത്രവും തെരഞ്ഞെടുപ്പ് ചരിത്രവും ഒക്കെ നല്ല വിശദമായി കണ്ട കേരളത്തിൻ്റെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്, ശ്രീ രാജൻ പൊതുവൾ. സ്വാഗതം സർ. എനിക്ക് വളരെ കൗതുകമായി തോന്നുന്ന ഒരു സംഗതി, നമ്മൾ ഇന്ന് നിരന്തരമായിട്ടുള്ള വീഡിയോകളുടെ ഒരു ലോകത്താണ്. പക്ഷെ പല വീഡിയോകളും നമ്മളെ സ്പർശിക്കുന്നതേ ഇല്ല. ഒരു പക്ഷേ 70കളിൽ സാറ് ഈ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ പ്രസ് ഫോട്ടോഗ്രഫി എന്ന സെക്ഷനിലേക്ക് തുടങ്ങുമ്പോൾ രാഷ്ട്രീയം തന്നെ ആയിരുന്നു ഏറ്റവും വലിയ വിഷയമെന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ മലയാളികളുടെ വായനാശീലം, ഒരു സംഭവത്തിൻ്റെ ഇത് വായിച്ചറിഞ്ഞ് സ്വന്തമായി മനസ്സിലാക്കാനുള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. ആ ശീലം തന്നെയാണ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു സർക്കുലേഷനും എല്ലാം കൂടുന്നതിൻ്റെ കാരണം എല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ 1975 മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് സാറ് ദിനപത്രത്തിൽ കോഴിക്കോട്. അന്നൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ടുള്ള പ്രിൻറ്റിങ് ടെക്നോളജി ഇതൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ വലുതായിട്ടുള്ള ടെക്നോളജിയും വരുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയം, പൊളിറ്റിക്സ്, എമർജൻസി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി കോഴിക്കോട് വരികയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. വടകരയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നതും. അന്ന് മുതലുള്ള എൻ്റെ ആ ഒരു ഇതിൽ അന്ന് കണ്ട പല ചെറുപ്പക്കാരും പിന്നീട് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായി. പലരെയും പല വിധത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, EMS മുതൽ പിണറായി വരെ ഉള്ള എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ അവരുടെ കൂടെ നിൽക്കാൻ, അവരുടെ ഓരോ മൂവ്മെൻറ്റ്സ് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വളർച്ച, അവരെന്താണ് രാഷ്ട്രീയത്തിൽ കോൺട്രിബ്യൂഷൻ നടത്തിയതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ ഓരോരോ ആക്ടിവിറ്റീസും വളരെ സസ്പെഷനും ശ്രദ്ധിക്കാനും അത് പകർത്താനും അത് പത്രത്തിൽ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കരുണാകരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ചടുലത, അത് എനിക്കൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. വളരെ നമുക്കൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി തരുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധി അതുപോലെയായിരുന്നു, അതുപോലെ തന്നെ കരുണാകരനും. CPM മന്ത്രിമാർ അങ്ങനെയായിരുന്നില്ല, കുറച്ചുകൂടി ഗൗരവവും അവരുടെ പെരുമാറ്റത്തിലെ കുറച്ച് മാറ്റങ്ങളാണ്. പക്ഷേ നായനാർ വേറൊരു രൂപമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇവരെല്ലാം ഓരോ വ്യക്തികളും എനിക്ക് ഓരോ ക്ലാസ്സായിരുന്നു. അവരെ വാച്ച് ചെയ്യാനും അവരുടെ കൂടെ നടന്ന് അവരുടെ ഫോട്ടോ എടുക്കുന്നതിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. അത് വായനക്കാരെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഈ വായനക്കാർ ഇത് വായിച്ചാലേ അല്ലേ ഇരുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ദൂരദർശനൊക്കെ വരുന്നത് 84, 85 കാലത്തിലാണ്. അന്നുള്ളത് റേഡിയോയും പേപ്പറും മാത്രമാണ്. അതിരാവിലെ ന്യൂസ് പേപ്പർ വന്ന് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങാത്ത മലയാളികളാണ് നമ്മൾ. അത് രാവിലെ ഈ പേപ്പർ കയ്യിൽ കിട്ടണം. അപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന ചിത്രങ്ങളും ആസ്വദിച്ച് വായിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നൊരു വായന ശീലമുള്ള ആൾക്കാരുണ്ടായിരുന്നു. റേഡിയോ ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പറും അതുപോലെ നോക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് അന്ന് ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അന്ന് എനിക്ക് ഈ കാലുമാറ്റം എന്നുള്ള കാര്യം എനിക്കത്ര ഇഷ്ടമുള്ള വാക്കല്ല, ഒരു കൂടുമാറ്റമാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ഇവിടെ കളിച്ച ആൾക്കാർ ഒന്ന് കരുണാകരനും AK ആൻ്റണിയാണ് എന്നെ സംബന്ധിച്ചോളം. കാരണം കരുണാകരനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഒരു കൂട് മാറി വേറൊരു കൂട്ടിലേക്ക് വരുന്നത്. AK ആൻ്റണി തന്നെ CPMലായിരുന്നു. CPM എന്നാണ് ആൻ്റണി ആദ്യം കരുണാകരൻ്റെ കൂടെ വരുന്നത്. ഇപ്പോഴത്തെ ഈ PJ ജോസഫ് രാഷ്ട്രീയം മതിയാക്കിയ PJ ജോസഫും KM മാണിയും അന്ന് മന്ത്രിസഭ മറച്ചിട്ടിട്ട് കരുണാകരൻ്റെ കൂടെ വരുന്നത്. അന്നാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു മന്ത്രിസഭ മറച്ചിടുന്നത്. ആ സമയമായപ്പോഴേക്കും സാർ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നു. ഞാൻ തിരുവനന്തപുരത്താണ്. 80-81 കാലത്താണത്.
അതിന് മുന്നേ മന്ത്രിസഭകൾ വീണിട്ടുണ്ടെങ്കിലും അതിന് പാർട്ടികൾ മാറിയപ്പോൾ CPM CPI അത് 2 ഗ്രൂപ്പായി. അങ്ങനെ അതൊന്നും നമുക്ക് അത്ര ഇതില്ല. പക്ഷേ ഈ ഒരേ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചാഞ്ചാടിക്കൊണ്ടിരുന്നിട്ടാണ് ഒരു മന്ത്രിസഭ മാറുന്നതും മറിയുന്നതും. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഫോട്ടോഗ്രാഫി ഇതിൽ ആദ്യമായിട്ട് കണ്ടത് ഒരു AK ആൻ്റണിയും ഈ KM മാണി PJ ജോസഫും കരുണാകരൻ്റെ കൂടെ വരുന്നൊരു വലിയൊരു മാറ്റമാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മാറ്റം. അപ്പം എല്ലാ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കും അവരുടേതായ ഒരു സ്റ്റൈല് കാണുമല്ലോ ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ കരുണാകരൻ്റെ എന്തെങ്കിലും സ്റ്റൈലുകൾ ഓർമ്മയുണ്ടോ? കാരണം എന്നും ഫോട്ടോഗ്രാഫറുകൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് കരുണാകരൻ. അല്ല, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഉണ്ടാക്കും. അത് അദ്ദേഹത്തിന് ഒരു ഒരു ശീലമാണ്. പിന്നെ നമ്മളോട് ചോദിക്കും എല്ലാം ശരിയല്ലേ കിട്ടിയില്ല എന്നുള്ളത്. അങ്ങനെ ഒരു അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ മൈലേജ് എന്താണെന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇമേജിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. നമ്മളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഈ ഫോട്ടോഗ്രാഫർമാരോടും റിപ്പോർട്ടർമാരും. പിന്നെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 2-3 ഫോട്ടോഗ്രാഫർമാരും പിന്നെ ദൂരദർശൻ്റെ ഒരു ക്യാമറമാനായിരുന്നു അന്ന്. ഇപ്പോൾ അതല്ലല്ലോ, ഒരു 300-400 പേരാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചില തമാശകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അപ്പോൾ ജയിൽ ഉദ്ഘാടനം ചെയ്തതിൽ എന്താ ഒരു പുതുമാച്ച ഒന്നുമില്ല, ഒരു നിലവിളക്ക് കൊളുത്ത് നാടൻ മുറിക്കേറ്റ് എന്ത് ചെയ്തു, നാടൻ മുറിക്കലില്ല, നിലവിളക്ക് കൊളുത്ത് എന്ത് ചെയ്തു, ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി അതൊരു ഇഫക്റ്റീവ് അല്ല ഫോട്ടോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതും പോരാ. അപ്പോൾ അദ്ദേഹം ചേർന്നു ഒരു നാട കിട്ടാനുണ്ട്, നാട. അപ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം ഓടാൻ തുടങ്ങി. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു നാട ചോദിക്കുന്നത് എന്തിനാ? അദ്ദേഹം അപ്പോഴേക്കും ആരും ഒരു നാട കൊണ്ടു കൊടുത്തു. അദ്ദേഹം ആ നാട എടുത്ത് ഈ ജയിലിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടെ കുത്തി കയറ്റി. എന്നിട്ട് ഒരു കുരുക്കുണ്ടാക്കിയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ ഇങ്ങനെയാണ് മരിച്ചത് കൊണ്ട് വാർത്ത ഉണ്ടാക്കരുത്. എന്നിട്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കാണ്. ഇപ്പം ഭയങ്കരമായിട്ട് അതൊരു ന്യൂസ് ആവും ചെയ്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്യും. ഇപ്പോൾ ഒരു പക്ഷേ ഏതറ്റം വരെയാണ് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം അവർ തന്നിരുന്നത്? ഉദാഹരണത്തിന് ഒരു പബ്ലിക് ഫംഗ്ഷനിലാകുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രീതിയിലും. പക്ഷേ അവരുടെ വീടിനകത്ത് അത്രത്തോളം സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുമോ? എനിക്കെന്ന് വെച്ചാൽ ഞാൻ കരുണാകരൻ സാറ് എൻ്റെ അച്ഛനും ഒന്നിച്ച് പഠിച്ചതാണ്. കരുണാകരൻ സാറ് നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു, ചിത്രകാരനായിരുന്നു. അച്ഛനും കരുണാകരൻ സാറും കൂടി ഒരു ബെഞ്ചിലിരുന്ന് തൃശ്ശൂർ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ച ആളാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് കരുണാകരൻ സാറിൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു ഫ്രീ അപ്രോച്ച് ഉണ്ടായിരുന്നു. എനിക്ക് എവിടെ വേണം പോവായിരുന്നു. അത് ഞാൻ എന്നാലും അതിൻ്റെ ലിമിറ്റ് ഭേദിച്ചിട്ടില്ല, ലംഘിച്ചിട്ടുമില്ല. അപ്പം ഇനി എന്തെങ്കിലും ഞാനിത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ മകൾ ഐശ്വര്യയാണത്. അവളെ ഇപ്പോൾ വലിയ കുട്ടിയായി. അപ്പോൾ ഒരു ഇലക്ഷന് റേഡിയോ വെച്ചിട്ട് കരുണാകരൻ സാർ ലീഡ് നോക്കുകയാണ്. പിന്നെ ഈ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും വിളിക്കും, അവിടുത്തെ ലീഡ് എത്ര എന്ന്. അപ്പോൾ ഈ പത്മജയുടെ മകള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മുത്തച്ഛൻ എന്താണ് എഴുതണമെന്ന്. അപ്പോൾ ഒരു പത്രത്തിൽ ഇരുന്ന് കണക്കൂട്ടുകയാണ്. അദ്ദേഹം വിജയിച്ചു വന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഒരു പക്ഷേ അന്ന് ചില ഫോട്ടോകൾ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തൊരു ഇൻഡ്യൂഷൻ ഉണ്ടോ? അതായത് ഇത് ചിലപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കത്തില്ല, പക്ഷെ പിന്നീട് എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ നല്ലത്. അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഞാനിതിൽ കാണിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു വളരെ റെയറായിട്ടൊരു പടം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി മരിച്ച ഞാൻ ഇന്ദിരാഗാന്ധി ഇവിടെ വന്നിട്ട് അതെനിക്ക് ഓർമ്മയാണ്. അതായത് കേട്ടിട്ടുള്ളതാണ് 84 ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ മാതൃഭൂമി ഉപയോഗിച്ച ഫോട്ടോ യഥാർത്ഥത്തിൽ സാർ പണ്ടൊരിക്കലും എടുത്ത ഫോട്ടോ തന്നെയാണ്. അതെ, അതിപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഈ വിസിറ്റ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അത് മാറ്റി ഒരു ഫയൽ ചെയ്ത പടമാണ്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ നമ്മൾ 1-ാം പേജിൽ അത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചുകൊണ്ട് കൊടുത്തത്. അപ്പോൾ അതെങ്ങനെയാണ്? കാരണം അന്ന് ഉപയോഗിച്ചിട്ടില്ല ആ ഫോട്ടോ, പക്ഷേ സാർ അത് എങ്ങനെയാണ് ഓർത്ത് വെക്കുക? അതായത് ഇതുണ്ട്, ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ട ഒരു പ്രത്യേക ഫയലിംഗ് ആണ്. ഈ നമ്മൾ എടുക്കുന്ന ഏത് ചിത്രവും പ്രധാനപ്പെട്ട ചിത്രമാണ്. നമ്മളതിനൊരു വാല്യൂ ഇല്ലാന്ന് വിചാരിക്കരുത്. എവിടെയെങ്കിലും ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് ഞാൻ ചുമരിൽ ഒട്ടിച്ച് വെച്ചിരുന്ന ചിത്രമായിരുന്നു. അതാണ് വീണ്ടും ഞാനത് ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം ആ പടം ഉപയോഗിച്ചത്. പിന്നെ മറ്റൊരു നല്ല ലാൻഡ്മാർക്ക് ആയിട്ടുള്ളൊരു ഫോട്ടോ എന്ന് പറയുന്നത് ആന്റണി കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസും ലയിക്കുന്നു. ആ ലയനം ഒരു അകത്ത് നടക്കുന്ന ഒരു ചർച്ചയാണ്. പക്ഷെ അതിനെ ഒരു ആന്റണിയും കരുണാകരനും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് വേറെ ആർക്കും അവിടെ ഇല്ലതാനോ, വേറെ ആരും അവിടെ ഇല്ലതാനോ. അത് ഏതാണ്ട് ഒരു സ്കൂപ്പ് പോലെയാണ് സാറിന് കിട്ടുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ചരിത്രം? അതിൻ്റെ രസം എന്താ വെച്ചാൽ ഞാൻ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലോ ഒരു സ്റ്റേഡിയത്തിലൊരു ഫംഗ്ഷൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കരുണാകരൻ സാറിൻ്റെ ഈ നമ്പർ 1 ബെൻസ്, അന്നത്തെ എല്ലാവരും കണ്ടറിയാലോ, അന്ന് ഇതുപോലെ ഒരു 15-16 വണ്ടിയൊന്നുമില്ല, ഒരു ബെൻസ് കാറും ഒരു പോലീസ് ജീപ്പും ഉണ്ടാവും.
ഈ മസ്കറ്റ് ഹോട്ടലിൻ്റെ മുന്നിൽ ഈ കാറ് കിടക്കുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ചുമ്മാ കയറി നോക്കിയപ്പോൾ ഗൺമാൻ ഒരു രാമേന്ദ്രൻ നായരുണ്ട്. അദ്ദേഹം പറഞ്ഞു അവിടെ റൂമിനകത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റൂം നമ്പർ 33 എന്തോ പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ അത്ര പ്രായമൊന്നുമില്ല എനിക്ക്. എന്നിരുന്നാലും ഞാൻ എൻ്റെ ആങ്സൈറ്റിയിൽ ഞാൻ ഡോറ് തട്ടി. അപ്പോൾ തുറന്ന ഉടനെ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വന്നു. എന്താ ഞാൻ പറഞ്ഞു എന്തോ ചർച്ച നടക്കുന്നുണ്ടൊരു ആൻ്റണീൻ്റെ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ഒരു കസാലയിൽ ഇങ്ങനെ ദൂരെ ആൻ്റണിയും ദൂരെ അകലത്തിൽ തന്നെയാണ് രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മൂപ്പനാരുണ്ട്. മൂപ്പനാരാണ് ഈ ഡിസ്കഷൻ നടത്തുന്നത്. ഇവരുടെ ലയനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണത്. എടുത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എന്ത് എടുത്തിട്ട് കാര്യം, ഇത് കൊണ്ടിട്ട് പേപ്പർ കൊടുക്കാൻ പറ്റുമോ, പിന്നെ എന്താ കെട്ടിപ്പിടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കെട്ടിപ്പിടിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ കരുണാകരനും ആൻ്റണിയും കെട്ടിപ്പിടിച്ചത് അന്നാണ്. അതാണ് ഈ കോൺഗ്രസ് ലയനം. ഇന്നിപ്പോൾ അടിച്ചു പിരിഞ്ഞ് 104 ആയെങ്കിലും അന്നത്തെ ആൻ്റണി കെട്ടിപ്പിടുത്താണ് കോൺഗ്രസ് ലയനത്തിൻ്റെ ആദ്യത്തെ ഒരു കാൽവെപ്പ്. അപ്പോൾ നമ്മുടെ ചർച്ച ഒരുപക്ഷെ കർണാടകയിലേക്ക് മാത്രം ഒതുക്കണ്ടെന്ന് കരുതുന്നു. കർണാടകയിലേക്ക് മാത്രം ഒതുക്കണ്ട എന്ന് ഞാൻ കരുതുന്നു. നായനാരുമായിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? കാരണം നായനാരും ഇതുപോലെ തന്നെ പൊതുവെ CPM-മാർക്കില്ലാത്ത ഒരു ഗുണം നായനാർക്കുള്ളത് പത്രപ്രവർത്തകരോടുള്ള ഒരു തുറന്ന സമീപനമാണ്. എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫറെ അദ്ദേഹം കണ്ടത്? എന്നോട് എന്തോ അദ്ദേഹത്തിന് വലിയൊരു സ്നേഹമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഈ പൊതുവാൾ എന്നുള്ള ഒരു പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അയാൾക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ എനിക്കും അദ്ദേഹത്തെ വലിയ താല്പര്യം. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അപൂർവമായ ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെ പോയാലും പൊതുവാളെ നീ എടുത്തോ എന്ന് ചോദിക്കും. പൊതുവാളെ നീ അപ്പോൾ ഓനെടുത്തു മതി പോകാമെന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ള ഫോട്ടോഗ്രാഫറൊക്കെ ദേഷ്യമായിരുന്നു വന്ന്. അപ്പോൾ ഞാൻ കുറച്ച് പെട്ടെന്ന് എടുക്കുകയായിരുന്നു ചിത്രങ്ങൾ. അനവധി ചിത്രങ്ങൾ നായനാരുടെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങൾ നായനാർ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ പൊതുവാൾജി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കോമൺ സോഡ് എന്ന് പറയുന്ന പദം അതെങ്ങനെയാണ് ഉണ്ടായത്? അത് കരുണാകരൻ സാർ ഇട്ട പേരാണ്. പൊതുവാൾ എന്നുള്ളതാണ് കോമൺ സോഡ്. അത് കരുണാകരൻ സാർ ഇട്ട കരുണാകരൻ സാർ വിളിച്ചതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇവർക്കൊന്നും എൻ്റെ ആവശ്യമില്ല. പക്ഷേ അപ്കമിങ് പല രാഷ്ട്രീയക്കാർക്കും നമ്മൾ പേപ്പറിൽ അവരുടെ ഒരു ഫോട്ടോ പിറ്റേഷൻ വന്നില്ലെങ്കിൽ അവരുടെ എല്ലാം അവർക്ക് അറിയാലോ ഇതൊരു പേപ്പർ കൂടെ വന്നാൽ തന്നെ പേപ്പറിലൊരു ഫോട്ടോ വന്നാലേ അവർക്ക് സർവൈവൽ ഉള്ളൂ എന്നുള്ളവർക്കറിയാം. അപ്പോൾ അവരും നമ്മളോട് ഭയങ്കരമായ സ്നേഹവും. പിന്നെ ഇത് തന്നെ അവരുടെ ഇമേജ് വേണ്ടി തന്നെയായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ഉപദേശം ചോദിച്ചിട്ട് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അവരുടെ സമയത്തെടുത്തോളം. അതായത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് അത് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഈ കേരളം കണ്ട ഒരു വലിയൊരു ഇതെന്താ വെച്ചാൽ കരുണാകരൻ സാർ വളർത്തിക്കൊണ്ടുവന്ന 3 പേരാണ് ഈ പന്തളം സുധാകരൻ, രമേശ് ചെന്നിത്തല, ജി കാർത്തികേയൻ. അപ്പോൾ കരുണാകരൻ സാറിൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഒരു ഇലയിൽ ഊണയിക്കാൻ അമ്മ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മകനേക്കാൾ കൂടുതൽ ഒരു പൊന്നോമന പുത്രനായിട്ടാണ് ആ രമേശിനെ കൊണ്ട് വളർത്തിയത്. അവസാനം ഈ രമേശും കാർത്തികേയനും മറ്റേ ആ ഒരു കൽപ്പറ്റയെന്ന് ചോദിച്ചൊരു MLA ഉണ്ട്, അദ്ദേഹം 3 പേരും ഷാനവാസ് തിരുത്തൽ വാദം എന്ന് പറഞ്ഞിട്ടൊരു ഇത് തുടങ്ങിയിട്ട് എതിരായി. അന്ന് തൃശ്ശൂർ യൂണിറ്റ് ഉദ്ഘാടന സമയത്താണ് ഇവർ ഈ കരുണാകരൻ സാറിന് എതിരാകുന്നത്. ഇവർ 3 പേരും ഞാൻ മാതൃഭൂമിയിൽ വരുമ്പോഴൊന്നും കാർത്തികേയനും ഷാനവാസും രമേശും ഒന്നും ആയിട്ടില്ല. അവർ KSUവിൽ കൂടിയും വളരെ ജൂനിയറായിട്ട് നിൽക്കുന്ന കാലമാണ്. അപ്പോൾ കാർത്തികേയൻ ദിവസം ആഫീസിൽ കാണാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു പൊതുവാൾജി എന്ന് എന്നെ വിളിക്കുള്ളൂ. ഞങ്ങളിങ്ങനെ ഒരു നാളെ മുതൽ ഇതൊരു വലിയ സംസ്ഥാപിക്കുകയാണ്, ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും എല്ലാം തീരുമാനമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ആരോടാണ് കളിക്കുന്നത് അറിയാലോ, ഇത് വേണോ? അതൊരു പ്രശ്നമില്ല, ഞങ്ങൾ നാളെ തുടങ്ങാൻ പോവുകയാണ്. തേക്കങ്കാട് മൈതാനിയിൽ അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയ അതേ സ്റ്റുഡൻസ് കോർണറിൽ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു നോവലായിട്ട് എന്തൊരു ഐഡിയ വേണം, നോവൽറ്റി വേണം. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ കുറച്ച് സംഘടന ആൾക്കാർ വേണം, വെറുതെ കുറച്ച് ഉണ്ടായാൽ പോരാ, നിങ്ങളുടെ കൂടെ ആണ്, അല്ല നമുക്ക് ചെറുപ്പക്കാരെ കൂടി ആകർഷിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്നൊരു രക്തതിലകം ചാർത്തിയിട്ട് നമുക്ക് തുടങ്ങിയാലോ. അതെങ്ങനെ? ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടി കൈ മുറിച്ചിട്ട് ഒരു കാർത്തികേയൻ അയ്യോ കൈയടിച്ച് അത് മതി, നല്ല ഐഡിയ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ അത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഫിസിലൗട്ടായി, പൊളിഞ്ഞ് പാളീസ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും ഈ രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. പിന്നെ അവർ 3 പേരും അദ്ദേഹത്തിന് മുന്നിൽ വന്ന് സറണ്ടർ ചെയ്തു, തോൽവി സമ്മതിച്ചു. കർണാടക ക്ലിഫ് ഹൗസിൽ വന്ന് കാല് പിടിച്ച് ഞാൻ ചിത്രം കൊടുത്തില്ല,
എന്നെ കരുണാ സാറെ അറിയിച്ചു. കാരണം കരുണാ സാറിനെ അറിയാം, ഞാനാണ് ഇവരെ ആദ്യം മുതലേ ഫോട്ടോ എടുത്ത് വളർത്തിയത്. അപ്പോൾ എന്നെ വിളിച്ചു, ഇവിടെ വാത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ക്ലിഫ് ഹൗസിൽ ഒരു 3 പേരും ഒന്നും അല്ലാതെ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇത് ഒരു പക്ഷേ 2 കാലഘട്ടം സാറും കണ്ടിട്ടാണ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും കണ്ടിട്ടാണ്. എങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടെ പടങ്ങൾ എടുക്കുമ്പോൾ, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിന് ആവശ്യമുള്ള ഫോട്ടോ എന്ന് തീരുമാനിക്കുമ്പോൾ അന്നത്തെയും ഇന്നത്തെയും തമ്മിൽ എങ്ങനെ നമുക്ക് വേർതിരിച്ചടിക്കാൻ സാധിക്കും? എന്തായിരിക്കും സാറിൻ്റെ ഒരു മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത്? 2 കാലഘട്ടത്തിലുള്ള മനുഷ്യരാണ്. അത് വളരെ ഒരു വലിയൊരു ചോദ്യം. കാരണം പണ്ടത്തെ എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു, ഇപ്പം അത് പറ്റുന്നില്ല. ഇല്ല, പണ്ടത് പറ്റുമായിരുന്നു. ഇങ്ങനെ നമുക്ക് ഇന്നവർ ചെയ്താൽ അത് സക്സസ് ആണെന്നുള്ളത് തന്നെ. ഇപ്പോഴത്തെ ഇത് കാര്യത്തിൽ എന്താണ് അതിന് നെക്സ്റ്റ് ടേൺ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണത്. ഓ ശരി. പിന്നെ എൻ്റെ വേറൊരു കൗതുകം കൂടെ ചോദിക്കണം. അപ്പം പൊതുവെ സാധാരണ റിപ്പോർട്ടറിനെക്കാളും അടുപ്പം ഫോട്ടോഗ്രാഫറോട് അവർ കാണിച്ചിരുന്നു. അതെൻ്റെ രണ്ടാമത്തെ ഒരു കൗതുകരമായ ഒരു ചോദ്യം. അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? റിപ്പോർട്ടിംഗ് ചെയ്യുന്നവരെക്കാളിലും അടുപ്പം നിങ്ങളോട് രാഷ്ട്രീയ പ്രവർത്തകർ കാണിച്ചിരുന്നു? എത്രയോ തവണ കരുണാ സാറൊക്കെ നമ്മളെ കൂടെ വിളിച്ചിട്ട് ഈ രാജീവ് ഗാന്ധി വരുമ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മെ കൂടെ നിർത്തിയിട്ട് ചിത്രങ്ങൾ എടുപ്പിച്ചിട്ടുണ്ട്. കാരണം അറിയാം, അതിനാണൊരു കൂടുതലൊരു ഭംഗി വരിക പേപ്പറിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സ്കൂപ്പുകൾക്ക് റിപ്പോർട്ടർമാർ നിങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. പല തവണയും ഈ റിപ്പോർട്ടർമാർ നമ്മളോടാണ് ചോദിക്കുക അവിടെ എന്താണ് സംഭവിച്ചത്. ഇതിപ്പോൾ ഈ സംഭവം ഈ കരുണാ സാറ് ആൻ്റണി കെട്ടിപ്പിടിക്കുന്നത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ മാതൃഭൂമി ഓഫീസിൽ ഒരാൾ പോലും കാണാത്തൊരു ചിത്രമാണ്. അപ്പം എന്നിട്ട് പിന്നെ ഇതുവരെ ഇതൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ ഈ ചിത്രം എടുക്കുമ്പോൾ ഞാൻ തന്നെ മൻമോഹൻ മംഗളാവിലാണ് ഈ ചർച്ച നടക്കുന്നത് അന്നത്തെ. അപ്പോൾ ഇവരെ ഞാൻ വിളിച്ച് പുറത്തിറക്കി കൊണ്ടുവന്ന് ഈ ചിത്രം എടുക്കുന്നത്. കാരണം പുതു തലമുറയാണ് ഇതല്ലേ. കാർത്തികേയൻ്റെ ഒക്കെ രൂപം കണ്ടില്ലേ, കാർത്തികേയനും. അപ്പോൾ ഇതൊക്കെ ഒരു ഇതാണ്. ഇപ്പോൾ ഈ ഒരു ചിത്രം ഈ രാജ്ഭവനകത്താണത്. ഗവർണർക്ക് ഇതൊക്കെ കരുണാ സാർ ലിസ്റ്റ് കൊടുക്കുന്നതാണ്. കേന്ദ്ര മന്ത്രിമാരുടെ, സംസ്ഥാന മന്ത്രിമാരുടെ. ഇതൊക്കെ എനിക്കുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അന്ന് കിട്ടിയതൊക്കെ കരുണാ സാർ കൂടെ വിളിച്ചുകൊണ്ടുപോയി അടുത്ത് ഇടിപ്പിച്ചാണ്. ഇടക്കാലത്ത് എങ്കിലും ഞാൻ എടുക്കുന്ന ചിത്രങ്ങളുടെ ഒരു മിഴിവ് പ്രിന്റിങ്ങിൽ വരുന്നില്ല എന്ന് സാധാരണ ഒരാൾക്ക് തോന്നാമല്ലോ. കാരണം നമ്മുടെ ഈ പ്രിന്റിംഗ് ടെക്നോളജി ഒന്നും ഇത്രത്തോളം വികസിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? കാരണം ഞാൻ എടുത്തൊരു ചിത്രം എൻ്റെ കണ്ണിൽ കണ്ടതുപോലെ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുക എന്നുകൂടി നമുക്കൊരു ആഗ്രഹം. നേരെ തിരിച്ചാണ്. എന്താ വെച്ചാൽ ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്ത കാലത്ത് ഈ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ റോട്ടറി ആയിരുന്നു. റോട്ടറി പ്രസ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മേക്കിംഗ് ആയിരുന്നു. ബ്ലോക്കിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല. ഏത് ഫോട്ടോ എടുത്ത് എങ്ങനെ അടിച്ചാലും ഒരു കറുപ്പും വെളുപ്പും മാത്രമേ വരുള്ളൂ. പക്ഷേ 80-ൽ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് മാതൃഭൂമി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ ഫോട്ടോഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതേ ക്ലാരിറ്റിയിൽ ചിത്രം അച്ചടിച്ചു വരും. അപ്പോൾ അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കേരളകൗമുദി മാത്രമാണ്. കേരളകൗമുദിയും പിന്നെ മനോരമ തുടങ്ങിയിട്ടില്ല. അപ്പോൾ കേരളകൗമുദി പത്രത്തിലൊക്കെ ഒരു ഫോട്ടോ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ മാതൃഭൂമി തുടങ്ങിയപ്പോൾ കൃത്യമായ ചിത്രം, കാരണം ഓരോരോ ഡീറ്റെയിൽസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്ര ഭംഗിയായിരുന്നു. ഇനി കളർ പ്രിൻറ്റിങ് വന്നു. ആദ്യമായിട്ട് കളറടിക്കുന്ന മാതൃഭൂമിയാണ്, ന്യൂസ് പിക്ചർ കളറിൽ. അപ്പോൾ ഈ ടെക്നോളജി എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് വേണ്ടി അപ്പം സാറിൻ്റെ കയ്യിൽ ഇപ്പോൾ കരുതി വെച്ചിട്ടുണ്ടോ? ഇന്നത്തെ പഴയ പ്രിന്റുകളൊക്കെ കയ്യിലുണ്ടോ? അതോ ഏതാ ചിത്രങ്ങളോ എടുത്ത ചിത്രങ്ങളുടെ ഒക്കെ ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ട്. എല്ലാ ചിത്രങ്ങളും ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. അതാണ് ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതൊക്കെ എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയത്. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും ഒരു ചരിത്ര പ്രദർശനം നടത്താം. ചരിത്ര പ്രദർശനം തന്നെ പറയാം, തീർച്ചയായിട്ടും ചെയ്യാം. എല്ലാം ഇവരുടെ ഒരു ഈ കാലം ഒരു 2023 വരെ ഉള്ള ചിത്രങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ വന്നു. ഈ 1982 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. വേറെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അത്രയും വളരെ തീവ്രമായ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നൽകിയത് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? അത് തമിഴ്നാട്, നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആണല്ലോ. അവിടെ എനിക്കുണ്ടായ അനുഭവം എന്താ വെച്ചാൽ, ഈ ജയലളിത, MGR, ഇവിടുത്തെ ഗ്രൂപ്പിനൊക്കെ വേറെ ടൈപ്പ് ഗ്രൂപ്പാണ്. അവിടെ സിനിമ ഗ്രൂപ്പാണല്ലോ. അപ്പം ഞാനൊരു തവണ മദ്രാസിൽ കവർ ചെയ്യാൻ പോയതെന്ന് വെച്ചാൽ MGR സുഖമില്ലാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ MGR മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ജയലളിത എന്ന് അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പോൾ ജയലളിത എന്നും ഇങ്ങനെ കാണാൻ വരും. എന്നിട്ട് ഹോസ്പിറ്റലിനകത്ത് കയറി പോവും. പക്ഷേ MGR കാണുന്നൊന്നുമില്ല. വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഏതൊരു വാർഡിൽ പോയി ഇറങ്ങിപ്പോരാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ MGR അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അപ്പോഴും ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ ഈ ജയലളിതയെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വന്ന ഈ സംഘത്തിൽ ജയലളിത ഉണ്ടായിരുന്നു.
പക്ഷേ എം ജി ആറിൻ്റെ ഭാര്യയും പാർട്ടിക്കാരും കൂടിയും ജയലളിതയെ അവിടുത്തെ VIP റൂമിനകത്തോട്ട് പൂട്ടിയിട്ടു. എം ജി ആർ വന്ന് ഇറങ്ങി, സ്വീകരണം എല്ലാം കഴിഞ്ഞു. എം ജി ആർ അങ്ങ് ഓഫീസിലേക്ക് പോയി. ഞാൻ കൊച്ചി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്ന് പറയണത്, ഒരു സ്ത്രീ അവിടെ ആ റൂമിനകത്ത് പൂട്ടിയിട്ട് എത്ര നേരമായി എന്നോട് സംസാരിക്കണോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാന്ന് പറഞ്ഞു. അപ്പോൾ ജയലളിത എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ജയലളിത ഇത് പൂട്ടിയിട്ടിരിക്കുക. അങ്ങനെ ജയലളിത ഇറങ്ങി വരുന്ന ചിത്രമാണ് 1-ാം പേജിൽ മാതൃഭൂമി കൊടുത്തത്. അതേ ജയലളിത തന്നെ വീണ്ടും എം ജി ആർ മരിച്ചപ്പോൾ എം ജി ആറിൻ്റെ ശവമഞ്ചത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. മദ്രാസിലെ ബീച്ചിലേക്ക് കൊണ്ടുപോകണേ ശവം. ആ ശവമഞ്ചത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ എം ജി ആറിൻ്റെ മരുമകൻ ആ ശവമഞ്ചത്തിൻ്റെ മുകളിൽ ചവിട്ടി താഴെ ഇട്ടു. ആ വീഴ്ചയാണ് ജയലളിതയെ തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കിയത്. ആ ചിത്രങ്ങളുണ്ട്, ആ ഇമേജും ഉണ്ട്. അത് അവിടുത്തെ ആ ഇലക്ഷനൊന്നും ഇവിടെ വന്നിട്ടില്ല. ആ ഇമേജ് കയ്യിലുണ്ടോ? അതുകൊണ്ട് അതിൻ്റെ അടുത്തുണ്ട്. ശരി ശരി. അപ്പോൾ ഏതായാലും കാരണം സംഗതി നമ്മൾ ഇന്ന് മൊബൈലിരിക്കുന്നു, കയ്യിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇരിക്കുന്നു, പടക്കടകടകടാന്ന് പറഞ്ഞ് അടിക്കുക. പക്ഷെ ഒരു കാലത്ത് എടുക്കുന്ന ഫിലിമുകളുടെ എണ്ണം കുറവാണ്. 12 ഫിലിം എടുക്കാൻ പറ്റും. 12 ഫിലിമുകൾ കൊണ്ട് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്ത് മൊമെൻ്റ് ഏതാണെന്ന് തീരുമാനിച്ച് ചരിത്രത്തെ ഒപ്പിയെടുക്കുക, അതും ഒരു ചരിത്രപരമായ ദൗത്യം തന്നെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കഥകൾ ക്യാമറകൾ കണ്ടത് എങ്ങനെ എന്ന ഈ വളരെ രസകരമായി എനിക്ക് തോന്നിയ ഒരു അനുഭവങ്ങൾ പങ്കുവച്ച രാജൻ സാറിന് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. വളരെ നന്ദി.